ഹായ്, എല്ലാവർക്കും മിച്ചീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിയുടെ കൂടെ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതായത് കഷ്ണങ്ങൾ കുറച്ച് നല്ല കൊഴുപ്പോട് കൂടിയ സാമ്പാർ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ കൊഴുപ്പ് കൂടാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണണേ. മത്തങ്ങയുടെ കൂടെ ഞാൻ 2 ടൊമാറ്റോയും 2 സവാളയും അരിഞ്ഞിട്ടിട്ടുണ്ട്. പരിപ്പ് ഞാനൊരു 1/2 ഗ്ലാസ് പോലും എടുത്തിട്ടില്ല, അതിലും കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ പാൻ വെച്ചതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരിയ ചേർത്ത്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. കൊഴുപ്പിനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് കടലമാവാണ്. ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 1/2 കിലോ മത്തങ്ങയില്ലേ, പിന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇച്ചിരി ആ മസാലയെല്ലാം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനിത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 വിസിലടിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. പുളി വേണമെങ്കിൽ പുളിവെള്ളം ചേർക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഈ ടൊമാറ്റോ ചേർത്തതിൽ അതിൽ നല്ല പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ പുളി ചേർത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നന്നായി ഞാനൊരു 2-3 വിസിലടിച്ചെടുത്തിട്ട് അതൊരു വേറൊരു പാത്രത്തിലോട്ടാക്കി. ഇപ്പോൾ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കൊഴുപ്പോട് കൂടിയ സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പോൾ ചായയൊക്കെ റെഡിയായിരുന്നു. ചായയും കൂടെ ഒന്ന് കൊടുക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. പിന്നെ ഞാനും കഴിക്കാനായിട്ട് എടുത്തു. അതിനുശേഷം കുടിക്കാൻ വെള്ളം വെച്ചു. അരി ഇടാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വാഷിംഗ് ഇപ്പം 3/4 ആയിട്ടുണ്ട്. ഇപ്പം മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തലയുണ്ടായിരുന്നു. അപ്പം ഞാൻ തല ഇങ്ങനെ നമ്മൾ മീൻ വറുക്കുന്നത് പോലെ വറുത്താൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ കടുക് വറുക്കുന്ന ആ പാത്രത്തിൻ്റെ അകത്ത് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി ഓയിൽ ഇതിലിങ്ങനെ മുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് നന്നായി അതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. തലയാകുമ്പോൾ അതൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പം ബാക്കിയുള്ള അതേ ഓയിലിൻ്റെ അകത്ത് ഞാൻ ബാക്കിയുള്ള മീനൂടൊന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. വൈകുന്നേരമാണ് ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏത്തക്കാപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി, ഇതിലേക്ക് ഇച്ചിരി പഞ്ചസാരയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് ജീരകം, കുറച്ച് എള്ള്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത്, പിന്നെ ഞാൻ മെയിനായിട്ട് ഇത് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ബാക്കി വന്ന ദോശമാവുണ്ടല്ലോ, ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി മാവ്, അതിൽ നിന്നൊരു 2-2.5 ടേബിൾ സ്പൂണോളം മാവ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഏത്തയ്ക്കാപ്പം നന്നായി പൊങ്ങി നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ബാറ്ററൊന്ന് ഇച്ചിരി തിക്കായിട്ടാണ് എടുത്തത്, കാരണം നമ്മുടെ ഏത്തയ്ക്ക അതിലൊന്ന് മാവൊന്ന് അതിലൊന്ന് പൊതിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ വലിയ ഏത്തയ്ക്ക ഒന്ന് 4ആക്കി കീറിയിട്ടുണ്ട്, ചെറുതാണെങ്കിൽ 2ആക്കിയും കീറിയിട്ടുണ്ട്. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന മാവ് ഞാൻ ഈ നമ്മുടെ കിഴുത്ത തവിയുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒഴിച്ച് ബൂന്തി പോലെ ഉണ്ടാക്കിയെടുക്കും. ഇപ്പം നമ്മുടെ ഏത്തയ്ക്കാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ.